സ്കൂളൊക്കെ തുറന്നു. കുട്ടികളെല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ട് ചെറിയ രീതിയിലുള്ള കോൾഡും കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ചിലപ്പോ 2, 3 ദിവസമൊക്കെ ഒരു കോൾഡൊക്കെ വന്നാൽ അവര് ഉടനെ ബെറ്ററാവും. അതേസമയം അവരുടെ വീട്ടിൽ താമസിക്കുന്ന അപ്പൂപ്പൻ അമ്മൂമ്മമാര് വളരെ കാര്യമായിട്ട് സൂക്ഷിക്കണം. കാരണം അവർക്ക് ഈ അസുഖങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര സിമ്പിളായിട്ട് അത് മാറിക്കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന കുട്ടികളാണെങ്കിൽ അവർ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നതും അപ്പൂപ്പൻ അമ്മൂമ്മമാരും ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു വെക്കുന്നതും കുറേയൊക്കെ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ശ്വാസം മുട്ട്, ആസ്മ, COPD, ബ്രോങ്കൈറ്റിസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ ILD അങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള ആൾക്കാർ, അതല്ലാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാർ, ബ്ലഡിന്റെ വാദങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകൾ ആവശ്യം വരുന്ന അസുഖങ്ങളോ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. പ്രിവെൻഷന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളെ പിക്കപ്പ് ചെയ്യാൻ നിങ്ങളാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് ഒരു ഹാൻഡ് സാനിറ്റൈസർ കൊടുക്കുക. കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്നേഹപ്രകടനങ്ങളൊക്കെ മതി. പിന്നെ നിങ്ങൾ അവിടെ പോയി കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഏത് ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ കുട്ടികളോട് കൈ കഴുകാനും മുഖം കഴുകാനും പിന്നെ അതിനുശേഷം ഡ്രസ്സ് മാറി കുളിക്കുന്നതൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നത് ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുട്ടികളും നിങ്ങളും മാസ്ക് ധരിക്കണം. പിന്നെ ടവലും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കണം. ഒരേ റൂമിൽ തന്നെ അസുഖമുള്ള കുട്ടികളോടുകൂടി വിട്ടിട്ട് കിടന്നുറങ്ങുന്നതും ഒഴിവാക്കണം. കുട്ടികളുടെ സന്തോഷം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ആരോഗ്യം എന്നുള്ളത് മനസ്സിലാക്കുക.